കണ്ടാലാ നീ ആ പുല്ലിന്റെ അടി പോയി ഒളിക്ക്. ആര് കണ്ടില്ലെങ്കിൽ പുല്ലിൽ പോയി ഒളിച്ചത് വേസ്റ്റ് ആവൂലേ? മാറേ പുല്ലിൽ ഒളിക്കടാ പുല്ല്. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. സവാള ഗിരി 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 സവാള ഗിരി 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 ഗിരി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഈ വാർപ്പിന്ന് എന്റെ കോൺസെൻട്രേഷൻ പോണൊന്ന്. പിന്നെ വാർപ്പിന് പരീക്ഷ ചെയ്തല്ലേ, പണി എടുക്കണോ? ഇത് നമ്മൾ ഓണത്തിന് പൂക്കളിടാൻ വേണ്ടിയിട്ട് രാത്രി അസ്തയിൽ പോയിട്ട് ബൊക്കേസ് വാങ്ങാൻ കേട്ടോ. നാട്ടിലെ പോലെ കിലോ കണക്കിന് പൂക്കൾ വാങ്ങാൻ ഇവിടെ പറ്റില്ലല്ലോ. അതല്ലെങ്കിൽ പിന്നെ നാട്ടിലെ പോലെ വഴിക്കാടുന്ന പൂവുകളൊക്കെ പറിച്ചാൽ അടുത്തല്ല ഉണ്ടല്ലോ വൈറൽ വീഡിയോ കേട്ടോ. പിന്നെ നമ്മൾ നാളത്തേക്ക് തന്നെ സദ്യക്കുള്ള വാഴയിലകളൊക്കെ വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള ഈ പൂക്കൾ നമ്മൾ വെള്ളത്തിൽ കൊണ്ടിട്ട് വെക്കുക. നമ്മൾ രാവിലേക്ക് കേടരാതിരിക്കാനാണ് കേട്ടോ. നാളെ രാവിലെയാണ് നമ്മൾ പൂക്കൾ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്നാണ് നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്നത്, പൂക്കളം ഇടാൻ പോകുന്നത്, സാരിയൊക്കെ എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ എണീറ്റ് ഉടനെ പോയി നോക്കിയത് നമ്മുടെ പൂക്കൾ എന്തായി എന്നാണ് കേട്ടോ. അപ്പോൾ അതേ കേടൊന്നും വന്നിട്ടില്ല, ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളം ഇടാൻ പോകുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പൂക്കളം വൈബൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പൂക്കളം ഇടാൻ ഇരുന്നിരിക്കുകയാണ് ഞങ്ങൾ മൂന്നാളും. നമ്മൾ ഗേൾസ് എല്ലാം പൂക്കളം ഇടാനും ബോയ്സ് ഇന്ന് അടുക്കളയിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൂക്കൾ പിച്ചാനും പറിക്കാനും മുറിക്കാനും ഒക്കെ തുടങ്ങി കേട്ടോ. എന്താ കാര്യങ്ങൾ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ സദ്യ മുഴുവൻ ഞാൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. തലേദിവസം ഉണ്ടാക്കി വെച്ചായിരുന്നു. പക്ഷെ പായസവും പപ്പടവും ഉണ്ടാക്കാണ്ടായിരുന്നു. അപ്പോൾ പായസം ഏട്ടൻ ഉണ്ടാക്കുന്നത്, അത് കരിച്ച് കളഞ്ഞതിൻ്റെ മണം കേട്ടിട്ടാണ് ഇവിടെ നീച്ചതാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുക്കള വരെ ഒന്ന് പോയി നോക്കട്ടെ എന്താ അവിടെ സംഭവിക്കുന്നത്. അവരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമില്ല. അതാണ് ഗ്യാസിന്റെ കുഴപ്പമാണ്. എന്തൊക്കെ കരിഞ്ഞ് അതിന്റെ ഇടയിൽ കൂടെ കഴിക്കലും ഉണ്ട്. അപ്പൊ പിന്നെ പായസം ദൈവമേ, ഇനി പായസം കരിഞ്ഞ വേറെ എല്ലാം ഉണ്ടാക്കാം. വീണ്ടും ഞങ്ങളിത് കാര്യമായിട്ടുള്ള പൂക്കളത്തിനുള്ള പൂക്കൾ അരിയലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള പൂക്കളൊന്നും അല്ല കേട്ടോ ഇടാൻ പോകുന്നത്, ചെറിയൊരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ പാപ്പിക്കുഞ്ഞും പൂക്കളം ഇടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. അവന് ഒന്നോ രണ്ടോ പൂക്കൾ കയ്യിൽ കൊടുത്തിരുന്ന അവനവിടെ നല്ല കുട്ടിയായി ഇരുന്നോളൂ കേട്ടോ. അവനത് വെച്ച് അങ്ങനെ കളിക്കായിരുന്നു. നമ്മുടെ പൂക്കളൊക്കെ ഇങ്ങനെ ഓരോ കളറായിട്ട് ഇങ്ങനെ പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ കളറൊക്കെ ആക്കി നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നടുകല്ല് വെക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ദേ ഈ പൂവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതേ മനുചേട്ടൻ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. ദോശ, നല്ല ചൂട് ദോശ. അപ്പം ഞാൻ പൂവ് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇനി അതിൻ്റെ ഇടയിൽ പോയി കൈ കഴുകാൻ പോകണ്ടേ കരുതിയിട്ട് അനു അവളുടെ നിന്ന് എനിക്ക് തരുമായിരുന്നു കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ബോയ്സ് അവിടെ പായസവും ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞു. അപ്പോഴും നമ്മളിവിടെ പൂക്കളും പിച്ചിങ് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പൂക്കൾ എപ്പോഴും ഈ ഒരു അവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. അവർ വന്ന് ഇനിയും പൂക്കളായില്ലേന്നാണ് കേട്ടോ ഞങ്ങളോട് ചോദിക്കുന്നത്. മറ്റേ സെലിംകുമാർ പറഞ്ഞ പോലെ ഞങ്ങളിത് തിന്നുമല്ല. ഇതിൻ്റെ ഇടയ്ക്ക് പച്ച കളറിൻ്റെ ഒരു കുറവുണ്ടായിരുന്നുകൊണ്ട് നമ്മൾ പോയി നമ്മുടെ ഗാർഡനിൽ പോയിട്ട് പച്ചപ്പുല്ല് പറിച്ചു കൊണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ പിച്ചി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പൂക്കളിടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാരിയൊക്കെ എടുത്ത് പോയി റെഡിയായി വരുവാണ്. എന്നിട്ട് സദ്യ കഴിക്കണം. അപ്പോൾ നമ്മുടെ ഡ്രസ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന സാരി കേട്ടോ. ഇത് ഏട്ടനുള്ള ഷർട്ട്സാണ്, ഏത് വേണമെങ്കിലും ഇടാം. നമ്മൾ ഇത് ഇവിടുന്ന് വാങ്ങിയ ബ്ലൗസായിരുന്നു കേട്ടോ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മാലയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി റെഡി ആവാം. ഇനി നമ്മൾ എല്ലാം ഇട്ട് സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. സദ്യ വിളമ്പാൻ നിൽക്കുകയാണ്.
പക്ഷേ ഈ സാരി എടുത്തുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, അനങ്ങാതെ എങ്ങനെ നിൽക്കാനേ പറ്റുന്നുള്ളൂ കേട്ടോ. അതൊരു ബുദ്ധിമുട്ടായിരുന്നു പിന്നീട്. ഇനി സദ്യക്ക് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്ത് ആശ്വാസമായി സദ്യ കഴിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. യൂട്യൂബർ മഴ മറ്റേ ഏതോ ഒരു വീടിന്റെ അതേ കോസ്റ്റ്യൂം സെറ്റ് ആക്കിയാണല്ലോ ഇവരോട് ഞാൻ പറഞ്ഞത് എന്റെ എന്തെങ്കിലും എടുത്തിട്ടോ കൈമാരെ വിളിച്ചേച്ചല്ലോ. ഡൊണേഷൻ മേടിക്കാം, ഓണം ഡൊണേഷൻ. നോക്കട്ടെ. സദ്യ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ചോറ് മനുഷ്യേട്ടനാണ് ഉണ്ടാക്കിയത്, സാമ്പാർ അനു ഉണ്ടാക്കി, പായസം ഏട്ടനും കേട്ടോ ഉണ്ടാക്കിയത്. ബാക്കിയെല്ലാം ഞാനാണ് ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ സദ്യയൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വന്നല്ലോ, താങ്ക് യു. ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ദേവു ഫാമിലി വന്നായിരുന്നു കേട്ടോ. ദേവുവിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ്. ഉച്ച ഊണിന് ശേഷം ഒരു ഉച്ച മയക്കമല്ലാതെ ഉച്ച വർത്താനത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. പിന്നെ ഒരു ദേവു ഫാമിലിയൊക്കെ സദ്യ കഴിച്ച് ഞങ്ങൾ വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഓണം. ഒരുപാട് പേര് ഇതിൽ മിസ്സിങ് ആയിട്ടുള്ളവരുണ്ട്. കുറേ പേര് നാട്ടിൽ പോയി, കുറേ പേർക്ക് വേറെ കുറേ തിരക്കുകളായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. എനിവേ ഇതായിരുന്നു നമ്മുടെ ഈ വർഷത്തെ ഓണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിലേക്ക് പോവുക. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് കാണാം. ബൈ.